പറശ്ശിനിക്കടവ് പുഴയിൽ ജലഗതാഗത വകുപ്പിന് പുതിയ അതിഥിയെത്തി. തേജസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാട്ടർ ടാക്സി പുത്തൻ ലുക്കിലാണ് പറശ്ശിനിക്കടവിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസാണിത്. ആധുനിക സുരക്ഷാ സംവിധാനമുള്ള കാറ്റമറൈൻ ബോട്ടാണിത്. ഫൈബറിൽ നിർമ്മിച്ച ബോട്ടിൽ ഒരേ സമയം 10 പേർക്ക് സഞ്ചരിക്കാൻ കഴിയും. മണിക്കൂറിൽ 35 കിലോമീറ്റർ വേഗത്തിൽ ഈ ബോട്ട് സഞ്ചരിക്കും. അതുപോലെ എല്ലാ സേഫ്റ്റി എക്യുപ്മെന്റ്സും, ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ മുഴുവൻ സേഫ്റ്റി എക്യുപ്മെന്റ്സും അതിലുണ്ട്. എല്ലാ മറൈൻ റൂൾസ് പ്രകാരമുള്ള മുഴുവൻ സേഫ്റ്റി റൂൾസും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവനക്കാർ PSC പോസ്റ്റ് ചെയ്ത വെൽ ട്രെയിൻഡായ ജീവനക്കാരാണ്. രക്ഷാപ്രവർത്തനത്തിനടക്കം സ്പെഷ്യൽ കോച്ചിങ് അടക്കം കിട്ടിയിരിക്കുന്ന ജീവനക്കാരാണ് കേരള സർക്കാരിന്റെ സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർ. ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. 10 പേരടങ്ങുന്ന സംഘത്തിന് 750 രൂപയ്ക്ക് അരമണിക്കൂർ നേരവും 1500 രൂപയ്ക്ക് 1 മണിക്കൂർ സമയവും വളപട്ടണം പുഴയുടെ തുരുത്തുകളും തീരങ്ങളും കണ്ട പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാം. ജലഗതാഗത വകുപ്പ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സർവീസ് ഉണ്ട്, പറശ്ശിനി മാട്ടൂൽ ടൂറിസ്റ്റ് കം പാസഞ്ചർ സർവീസ്. ഇപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 40 രൂപക്ക് പറശ്ശിനിയിൽ നിന്ന് വളപട്ടണം വരെ എത്താം. മിനിമം ചാർജ് വെറും 10 രൂപയാണ് അതിൽ. അപ്പോൾ 40 രൂപക്ക് വളപട്ടണം വരെയും പറശ്ശിനിയിൽ നിന്ന് മാട്ടൂൽ വരെയുള്ള യാത്രയ്ക്ക് 60 രൂപയാണ് ഈടാക്കുന്നത്. 1.25 മണിക്കൂർ വേണം പറശ്ശിനിയിൽ നിന്ന് മാട്ടൂൽ വരെ എത്താൻ. ആ മാട്ടൂൽ എത്തുന്നതിനിടയിൽ വളപട്ടണം പാലത്തിനടിയിൽ കൂടെ പോവും. അഴീക്കൽ പോർട്ട് കാണാം, പാപ്പിനിശ്ശേരി, പിന്നെ അതുപോലെ അഴിമുഖം, അതായത് കടലും പുഴയുമായി ചേരുന്ന അഴിമുഖം അടക്കം കണ്ടുകൊണ്ട് മാട്ടൂലിലെത്താൻ പറ്റും. ഇതാദ്യമായല്ല പറശ്ശിനിക്കടവിൽ വാട്ടർ ടാക്സി ഇറക്കുന്നത്. 2021 ജനുവരിയിലാണ് ഗതാഗത വകുപ്പ് ആദ്യമായി ഇവിടേക്ക് വാട്ടർ ടാക്സി എത്തിച്ചത്. എന്നാൽ എഞ്ചിൻ തകരാർ മൂലം ഇതിന് കൃത്യമായി സർവീസ് നടത്താൻ കഴിഞ്ഞില്ല. തേജസ് 3 എത്തുമ്പോൾ സഞ്ചാരികളും ഏറെ പ്രതീക്ഷയിലാണ്. ETV ഭാരത്, കണ്ണൂർ.